അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് കർത്താവിന് ജീസസിന് അരച്ച് ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചു കുടിക്കാൻ പാകത്തിൽ നടക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. മുമ്പേ ഞാന് ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് എന്റെ വീഡിയോ പിന്നെ ഈ പാവപ്പെട്ടന്റെ വീഡിയോ ഒന്നും ആരും കാണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. കാരണം ജീസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനെ ഞാൻ വെറുക്കുന്നില്ല. ഒരു മനുഷ്യനെ മനുഷ്യ സ്ത്രീയെ ആരും വെറുക്കുന്നില്ല. പക്ഷെ ആരും വെറുക്കുന്നില്ല. ലോകത്തൊരു കുട്ടിനെ പോലും, ഒരു ഈച്ചനെ പോലും, ഒരു ഉറുമ്പിനെ പോലും അങ്ങ് വെറുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. വെറുപ്പുള്ളത് ഒരാളെടുത്ത് മാത്രമേ ഉള്ളേ. വെറുക്കുന്ന, ഞാൻ ആകെ കൂടി വെറുക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ മറിയെ പ്രസവിച്ച ഈ യേശു എന്ന് പറയണം, ഈ ഇസ്രായേലിന്റെ പിതൃശൂന്യനെ. അങ്ങനെ പറഞ്ഞ് ക്രിസ്ത്യാനികളെ മനസ്സിലാക്കി കൊടുക്കുക അല്ലാണ്ട് വേറെ ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി പറയണത്രേ, നിങ്ങളുടെ ദൈവം പിതൃശൂന്യനാണ്, അയാൾക്ക് തന്തല്ല, അയാളെ പേച്ചു പറ്റതാണ്. ആ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സത്യത്തിൽ ഇത് ഇയാള് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ, ഇയാളൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതിലുപരി ഇയാൾ ആ മതത്തിനെ, പ്രത്യയശാസ്ത്രത്തിനെ പിന്തുടരുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു മതത്തിന്റെ ഉള്ളിൽ ഇരുന്ന് കണ്ട് വേറെയുള്ള മതങ്ങളൊക്കെ മോശമാണ്, അതിലുള്ള ദൈവസങ്കല്പങ്ങളും ദൈവങ്ങളും ആചാരങ്ങളും ക്രിയകളും എന്താ പറയാ ആരാധന രീതികളൊക്കെ വെറുതെയാണ്, അതൊക്കെ പിശാചിന്റെ വഴിയാണെന്ന് പറയുന്നത് ശരിയുണ്ടോ? അല്ലെ? യഥാർത്ഥത്തിൽ ഒരു ഫ്രീ തിങ്കറോ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഒരു എത്തീസ്റ്റ് പോലുള്ള ഒരാളാണ് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലോ ഒക്കെ. പക്ഷെ ഇതങ്ങനല്ലല്ലോ. അതൊരു നിവൃത്തിയില്ല. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സഹോദരങ്ങളാണ്. യേശുവിന്റെ പിശാച് ബാധയായിപ്പോയി, മനസ്സിലായി? എനിക്കുണ്ടായിരുന്നല്ല ബാധ. ഞാനൊരു പിശാച് ബാധിച്ച ക്രിസ്ത്യാനി ആയിരുന്നില്ലേ? ഇല്ലേ? മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു, മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു. അതാണ് ഇത്ര ഒരു ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാനെങ്ങനെയാണ് അവരെ കുറ്റം പറയണത്? എനിക്ക് അവരോടൊന്നും യാതൊരു വിരോധമില്ല. എനിക്കൊരൊറ്റ ആളെ മാത്രം എനിക്ക് മതി, ജീസസ്, നസ്രായനായ യേശു. അവന്റെ 16 അടിയന്തരം കാണുക എന്നുള്ളതാണ് എനിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ജീസസിന് അങ്ങനെ അരച്ചിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടോ കൊടുത്താൽ മൂപ്പര് ഒറ്റ വലിക്ക് കുടിക്കുമെന്നാ പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, മനസ്സിലായോ? അതുകൊണ്ടാണ് നിർത്താണ്ട് ഇങ്ങനെ ബൈബിളിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് മനുഷ്യരെ മനസ്സിലാക്കാൻ നോക്കുന്നത്. അതല്ലേ അങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ. ഇതാണ് നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ബൈബിള് വഴിയാണ് ഇവർ ക്രിസ്തുമതം ലോകം മുഴുവനും പരത്തിയത്. ബൈബിൾ വെച്ചിട്ടുണ്ട്. ബൈബിളിലേക്ക് ക്രിസ്തുമതമില്ല. ബൈബിളാണ് തകർക്കേണ്ടത്. ബൈബിൾ തകർക്കണമെങ്കിൽ ബൈബിൾ പ്രൊമോട്ട് ചെയ്യണം. എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു വൃക്ഷം, വലിയൊരു വൃക്ഷം. അതായത് ആ വിശ്വാസം ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ യഹൂദരും നോക്കണമെങ്കിൽ ഭൂമിയിൽ പാതി അല്ലെങ്കിൽ പാതിയിലധികം മനുഷ്യർ, 50%-ലധികം മനുഷ്യരുടെ ഉള്ളിൽ വളർന്ന് നിൽക്കുന്ന ഒരു വൃക്ഷം. ഇയാളിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിക്കുക, അവർ വിശ്വസിക്കാതിരിക്കുക, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ശരിക്കും ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടത്? സത്യത്തിൽ ഇങ്ങനെ ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മതം ശരിയില്ല, അവരുടെ ജാതി ശരിയില്ല, അല്ലെങ്കിൽ അവന്റെ നടപ്പ് ശരിയില്ല, അവന്റെ ചിരി ശരിയില്ല, ഇയാളുടെ എന്താ പറയാ ഇയാളുടെ നോട്ടം ശരിയില്ല, ഇയാളുടെ സംസാരം ശരിയില്ല, അത് ഒരു വ്യക്തിയെന്ന നിലക്ക് മറ്റുള്ളൊരു വ്യക്തിക്ക് കയറി നോക്കേണ്ട കാര്യമില്ല. അതേമാതിരി തന്നെയാണ് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉള്ളിൽ ഇയാൾ വിശ്വസിച്ചിട്ട് വേറെയുള്ള ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളും ഇതുപോലെ ഇങ്ങനെ അഗേൻസ്റ്റ് ചെയ്യുമ്പം സത്യത്തിൽ ഇത് വെറുതെ വേസ്റ്റ് ചിന്താഗതിയാണ്. എന്റെ പൊന്ന് കാർത്തിക് ചേട്ടാ, ഒരു വിഷവൃക്ഷം. അപ്പൊ അതിനെ വെട്ടി ചായ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു മഴു വേണം. ആ മഴു എന്ന് പറയുന്നത് യുക്തിയാണ്, ലോജിക്. അല്ല, ഇപ്പൊ എനിക്കൊരു സംശയം, ഈ മതങ്ങള് വരുമ്പോ മതങ്ങളെന്നല്ല എന്തൊരു സംഭവമാണ് ഇത്. എല്ലാം മനുഷ്യന് വിവേകത്താല്, അതല്ലെങ്കിൽ വിവേക ബുദ്ധിയാല്, അല്ലെങ്കിൽ സ്വയം ചിന്താലെ തന്നെയുള്ളത് തെരഞ്ഞെടുപ്പ്, അതിനല്ലെങ്കിൽ പ്രവർത്തനം, ആ പ്രവർത്തനത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതര സാമൂഹിക ജീവിയല്ലേ കാർത്തിക് ജി, മനുഷ്യൻ. അപ്പം ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം യുക്തി പ്രയോഗിക്കുക എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? എല്ലാ മതങ്ങളും എന്തൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും മനുഷ്യർ അത് മനസ്സിലാക്കണതില്ല, അതിലൊരു കഴമ്പുണ്ട്. അത് യുക്തി എന്ന എല്ലാ മനുഷ്യരും പ്രയോഗിക്കുന്നതല്ലേ? മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ ഒരു കഥ പറഞ്ഞില്ലേ, മാർക്കോസിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലെ യേശു അത്തിമരത്തിനെ ശപിക്കുന്ന കഥ, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ലോജിക്ക് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. അത് അത്തിമരത്തിൽ പഴം ഉണ്ടാകുന്നതിന്റെ സീസൺ ആയിരുന്നില്ല, എന്നിട്ടും യേശു ശപിക്കുന്നു. അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞ് ക്രിസ്ത്യാനികളെ മനസ്സിലാക്കി കൊടുക്കുക അല്ലാണ്ട് വേറെ യാതൊരു നിവൃത്തിയില്ല. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സഹോദരങ്ങളാണ്. യേശുവിന്റെ പിശാച് ബാധിച്ചില്ലയോ? കാരണം അവനെനിക്കറിയാം, ബൈബിൾ വായിച്ച് എനിക്ക് അവനെ മനസ്സിലായി. ഇവനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, ഈ ലോകത്തിന്റെ സകല ദുഃഖങ്ങൾക്കും കാരണം ഇവനാണെന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് എൻ്റെ അപ്പൻ വളരെ നിസ്സാരമായിട്ട് ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു. മൂപ്പരുടെ അപ്പനാണ് മൂപ്പർ എല്ലാ കാര്യത്തിലും പ്രചോദനം. നല്ലൊരു അപ്പനായിരിക്കാം. കാരണം ഈ രീതിയിലുള്ള പഠിപ്പുകളൊക്കെ പഠിപ്പിച്ച് അപ്പൻ അത് ഭയങ്കരമായിരിക്കും. മൂപ്പരെ കുറിച്ച് ഒന്നും പറയാനില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അപ്പന്റെ നിന്ന് കിട്ടുന്ന കുറച്ച് അറിവുകൾ അല്ലെങ്കിൽ ജ്ഞാനങ്ങൾ, ഇതൊക്കെയാണ് മൂപ്പരെടുത്തിട്ട് പ്രയോഗിക്കുന്നത്. മൂപ്പര അപ്പനെ കുറിച്ച് എപ്പോഴും തോരാതെ
ഒരിക്കലും വായിലെ വെള്ളം ഉറ്റാതെ തന്നെ അപ്പനെ കുറിച്ച് ഒരുപാട് കുറെ സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ കാർത്തിക് ശിവകുമാർ. മൂപ്പരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കാർത്തിക് ശിവകുമാർ സ്പീക്കിംഗ് എന്നാണ്. All problems of man in these many centuries come in truth from the active presence of his sworn enemy, namely Mary Jesus, in his midst, in the guise of his friend and savior. ഇതാണ് നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട വചനം. ഈ വാക്യം ലോകം മുഴുവനും എന്ന് നമുക്കത് എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നോ അന്ന് മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു മുള്ളു കൊണ്ടാൽ മതി, അത് അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ബയോളജി എന്ന് പറഞ്ഞാൽ. അങ്ങനെ മനസ്സിലായോ? ചെറിയ മുള്ളു. പക്ഷെ യേശു കടാരയാണെന്നാ പറയണത്. ഇതിന്റെ പൊണ്ണ് കാർത്തിക് ജി 2 ദിവസം കഴിയുമ്പോൾ അത് പഴുക്കും, ഭയങ്കര പ്രശ്നവും അത്. അപ്പൊ അത് എടുത്ത് കളയണം, എന്നാൽ മാത്രമേ നമ്മൾ നോർമൽ ആവുള്ളൂ. മനസ്സിലായോ? യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൽ അധികം മുള്ളല്ല, കടാരയാണ് യേശു. മനസ്സിലായോ? കുത്തിക്കയറ്റി വെച്ചേക്കണേ. മനുഷ്യൻ ഇപ്പോഴും പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കണേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനി മുസ്ലിമും അല്ലെങ്കിൽ ക്രിസ്ത്യാനി യഹൂദനും അല്ലെങ്കിൽ യഹൂദനും മുസ്ലിമും തമ്മിൽ ചല്ലിച്ചാകുന്നുണ്ട് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. മനസ്സിലായോ? അതൊക്കെ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാണ്. അതൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മതങ്ങൾ അത് സെമിറ്റിക് മതങ്ങൾ മാത്രമൊന്നല്ല, എല്ലാ മതങ്ങളും ആ ഒരു രീതിയിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റെ ദൈവം, നമ്മുടെ ദൈവം, ഇന്റെ ദൈവം, നമ്മളെ ദൈവം, അല്ലെങ്കിൽ നമ്മളെ ജാതി, മതം, ഈ ഒരു രീതിയിൽ ഒരിക്കലും മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ടുള്ള ആളുകൾ തമ്മിൽ ഒത്തുപോകില്ല. കാരണം ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ സർവത്ത് കൊടുക്കലും അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ ബിരിയാണി കൊടുക്കലും അല്ലെങ്കിൽ എന്താ പറയുക പൊതിച്ചോറ് കൊടുക്കലും കെട്ടിപ്പുറത്തും കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളോണ്ട് അടുക്കുമ്പോ ഇന്റെ ദൈവം, നമ്മുടെ ദൈവം, ഓന്റെ ദൈവം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരും. അതാണ് പ്രശ്നം. ലോകത്ത് സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ യേശു എന്ന് പറയുന്നവൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേ സ്വരത്തിൽ ഒരേ ഉത്തരം നൽകാൻ കഴിയണം. അല്ലാതെ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഇയാൾക്കെന്താ യേശുവിന്റെ അടുത്ത് ഇത്ര ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എന്താ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോ ഏത് മതമാണെന്നുണ്ടെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും പരിമിതമായിട്ടുള്ള അറിവുകൾ എനിക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചുണ്ട്. ഇതിപ്പോ എന്താ മൂപ്പരുടെ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ യേശു അല്ലെങ്കിൽ ആ ഒരു ഇതിനോടുള്ള ഒരു മതത്തിനോടുള്ള ഒരു ഇത് വിമർശനം മാത്രമല്ല, ഇത് ഭയങ്കര വെറുപ്പാണ് ഇയാള് പറയുന്നത്. അല്ലെങ്കിൽ ഇയാളെ സംസാര വിഷയത്തൊന്നും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാർത്തിക് ശിവകുമാർ പറയുന്നത് യേശു എന്ന് പറയുന്നവൻ കലിയാണ്. ഇത് കലിയുഗമാണ്, യേശു കലിയാണ്. അത് ഞാൻ വേറൊരു കാര്യം കൂടി ഇന്നാൾ പറഞ്ഞായിരുന്നു, അതൊന്നുകൂടി ആവർത്തിക്കാം. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കണേ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയും, ജനന തീയതി, നിങ്ങൾ ജനിച്ച വർഷം തീയതി എന്ന് പറയാൻ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ മറുപടി പറയും? നിങ്ങൾ മറുപടി പറയണത് ഞാൻ ജനിച്ചത്, യേശു ജനിച്ചു കഴിഞ്ഞിട്ട് 1985 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്, അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് അല്ലേ ചോദിച്ചത്, നിങ്ങൾ യേശുവിൻ്റെ ബർത്ത് ഡേറ്റ് പറഞ്ഞത്. അതിനൊരൊറ്റ ഉത്തരവുള്ളൂ, കാരണം ഇത് കലിയുഗമാണ്, യേശുവാണ് കലി. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്. കലിയുഗമാണ്, യേശുവാണ് കലിപുരുഷൻ. എന്റെ പൊന്ന് കാർത്തിക് ജി, നിങ്ങളിങ്ങനെ ഇപ്പൊ ഇയാള് ഏതോ സ്വിറ്റ്സർലാൻഡിലോ ഏതോ ഒരു യൂറോപ്യൻ കൺട്രിയിലൊക്കെയാണ് ഇയാൾ ജീവിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന് ആസ്വദിക്കുക, പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ളതല്ലേ. അല്ലാതെ ബാക്കിയുള്ള നല്ല കാലങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളൊക്കെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വെറുപ്പും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ സമുദായത്തിന്റെ അടുത്തുള്ള ഭയങ്കര അറപ്പും മനസ്സിലുള്ള ആ കഴിപ്പൊക്കെ അങ്ങനെ പൊന്തി ഒന്ന് നൊര പതഞ്ഞ് ചിന്തി അതെടുത്ത് ഇങ്ങനെ തുപ്പിയിട്ടൊന്നും കാര്യമില്ല. പൊണ്ണാറ കാർത്തിക് ജി.